ഞാൻ ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് ഞാൻ അപ്പുറത്ത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ലേശം ഒരു ചീര ഞാൻ വിളവ് എടുത്തിനായിരുന്നു. ആ വിളവിൻ്റെ ഇത് ഞാനൊന്നിവിടെ പാവി കൊടുക്കട്ടെ. നല്ല ചുവപ്പില്ലാന്ന് തോന്നുന്നു. ഒരു വിത്ത് എടുത്തിട്ട് ഞാൻ പാവിയതാണ്. പക്ഷേ ചുവപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ എന്താണെന്നറിയില്ല, ചുവപ്പ് കിട്ടിയിട്ടില്ല. നോക്കാം, ഇതൊന്ന് പാവി നോക്കട്ടെ. അതിൽ വിത്തെടുത്ത് ചാടി പാവി തരോ ചുവപ്പ് കുറഞ്ഞു പോയിട്ടോ കാണുന്നത്. ഇതിപ്പോൾ ചീര വിത്താണ്. ഇത് ഞാനൊന്ന് പാവി കാണിച്ചു തരാം. വേണ്ട, ഞാൻ ആടെയാണ് പാവുന്നത്. ഇടക്കിളക്കട്ടെ. അതിന് എന്തെല്ലാം ഇടുന്ന ചെയ്യാൻ വേറെ ഒന്നും ഇടുന്നില്ല. ഇപ്പം വെറും ചാരം മാത്രമേ ഇടുന്നില്ല. ചാരം മാത്രമേ, ഇത് കണ്ട, ഈ ചാരം മാത്രമേ ഇടുന്നില്ല. ഇപ്പം കണ്ടില്ലേ, ഇതാ ഇത് ഞാനിപ്പോൾ ഇവിടെ നടാനാണ്. ഇവിടെ ഇപ്പം കളിച്ചിട്ട് പാകാക്കട്ടെ, ശരിക്കും വൃത്തിയാക്കട്ടെ. കളിച്ചിട്ട് വൃത്തിയാക്കട്ടെ. കണ്ടില്ലേ, ഇനിയിപ്പോൾ നമുക്കത് കളിച്ചിട്ട് വൃത്തിയാക്കാലോ. ഇവിടെ തന്നെ പാവ, ഇതിനിടയ്ക്ക് പാവിയുടെ തന്നെ പാവുന്ന്. കൂടുതൽ വളമൊന്നും കൊടുക്കുന്നില്ല ഞാൻ. ഇതിപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, ഇതിപ്പം ഇവിടെ ആറ്റെടുത്ത് വെക്കട്ടെ. കണ്ടോ, ഇത് ഞാൻ കിളക്കട്ടെ. ഉണ്ടല്ലോ, പത്താസ് ഇത് ഇന്ന് വെള്ളമൊടിക്കായിട്ട് ഇന്ന് വെള്ളം ഇവിടെ അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര ഉറപ്പ് വന്നുപോയി. ഇത് വെളിച്ചിട്ട് വേണം നമുക്കിതാക്കാൻ. നല്ലോണം മണ്ണ് വേണം. മണ്ണ് ഇളക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ചീര ഓടി വരുമല്ലോ, നല്ലോണം വേഗം വളർന്നു വരും. അല്ലെങ്കിൽ കണ്ടില്ല, മണ്ണ് ഇളക്കൂല്ലേ, കണ്ടില്ല, ചീര ഓടൂല. അതിനാണ് നല്ല കുറച്ച് ആയത്തിൽ തന്നെ കിളക്കുന്ന. കണ്ടില്ലേ, കുറച്ച് ആയത്തിൽ തന്നെ കിളക്കുന്നത്. അത് ദൂരെ ദൂരെ പായിട്ടില്ല, കണ്ടില്ല, നമ്മളെ ചീര വളരൂല. വളരണ്ടെങ്കിൽ ദൂരെ ദൂരെ പാവണം. ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കാനും സ്ഥലം വേണം. അതുകൊണ്ട് ഇങ്ങനെ തട്ടി നിർത്തി ഉണ്ടല്ലേ. ഇതേപോലെ ഇവിടെ ഇങ്ങനെ വെള്ളം പുറത്തേക്ക് പോകുന്നതായിട്ടാണ് ഇങ്ങനെ കെട്ടി വെക്കൽ. ഉണ്ടല്ലേ, ഇതിങ്ങനെ ഈ ആണിയായാൽ ഇത് നമുക്കിത് തട്ടി നിരത്താം. നിങ്ങളും ഇതുപോലെ ഒരു ചീര കൃഷി ഞാൻ കുറച്ച് മുമ്പേ പാവണേന്, ഇപ്പം പോയി പറിച്ച് നടാനാവണേന്, വിളവെടുക്കുമ്പം തന്നെ നട്ടു കൊടുക്കണതാണ്. പക്ഷേങ്കിൽ എനിക്ക് പറ്റിയില്ല. കുറച്ച് കഴിയിട്ട് നേരിച്ചിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ട് സാരമില്ല, ഇനിയെങ്കിലും നമുക്ക് നോക്കാം. ഉണ്ടല്ലേ, ഇതേപോലെ നല്ല ആയത്തെ കളിച്ചിനി. എവിടെന്ന് വെച്ചാൽ നല്ലപോലെ വിളക്കുണ്ട്. മണ്ണ് ഇളക്കുണ്ടെങ്കിൽ മാത്രമേ ചീര ഉഷാറായിട്ട് വേഗം പാഞ്ഞും കയറും. അതിനാണ് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇളക്കിയിടുന്നത്. ഉണ്ടല്ലേ, ഇനിയിപ്പോൾ നല്ല ചീര പാകട്ടെ. ഒരുപാടായിപ്പോയ ഇനിയിപ്പോൾ ഞാൻ ചീര പാവാനാക്കട്ടെ. അത് നിരത്തി
അതിൻ്റെ അത് കുറച്ച് ചാരലിട്ട് നമുക്ക് പാവാനൊക്കെ കാണിച്ചു തരാം. പാവുന്നത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ കൈ കൊണ്ട് നമ്മളിങ്ങനെ തട്ടി നിരത്തി ലെവലാക്കി കൊണ്ടുവരണം. ഈ ലെവലാക്കി കൊണ്ടുവന്നിട്ട് വേണം, കല്ലിൻ്റെ കഷ്ണമെല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് പൊറുക്കി കളയണം കേട്ടോ. പറമ്പത്താകുമ്പോൾ കല്ലുണ്ടാവും. പക്ഷെ നമ്മൾ ബാഗിലാകുമ്പം വേഗം വളരും. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയാം, ഞാൻ ഈ പൈപ്പിൽ വിട്ട് വെള്ളം അടിക്കുമ്പോണ്ടല്ലോ അതങ്ങ് വേഗം പോവും. ഇവിടെ ആകുമ്പോൾ പാറ്റി അടിക്കാൻ പറ്റും. അതാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം നടാത്. വേഗിലിട്ടാൽ വേഗം ആവും. പക്ഷേങ്കിൽ ഇതാ സുഖം. ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ വേഗം നമുക്ക് പാഞ്ഞോളും. അതിനാണ് ഞാൻ പറമ്പത്ത് മറ്റേ ഞാൻ വേഗൽ തന്നെ പാവലി. മഴക്കാലമല്ലാണെങ്കിൽ വേഗലേ പാവൂലൂ. ഇങ്ങനെ പായാൽ നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഇപ്പം ഇത് കണ്ടില്ലേ, ഇതേപോലെ ഉണ്ടാ ഉണ്ടാ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ വെണ്ണീര് ഈ ചാരം പാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, എന്താ ചാരം, നല്ലപോലെ ചാരം പാറ്റി കൊടുക്കുക. ഇത് നിങ്ങളും പാറ്റി കൊടുക്കണം. ചാരം വേണം, എല്ലാത്തിനും വളമാണ്. ഇപ്പം ഞാനിൽ വളമൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് ചാണം കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. വളം ഇല്ല, വളമുണ്ട്. കമ്പോസ്റ്റ് വളം ആയില്ല. കമ്പോസ്റ്റ് വളം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വേണം കമ്പോസ്റ്റ് വളം നമുക്ക് എടുക്കണ്ടിക്കില്ലേ. ഇതെനിയിപ്പോൾ ഇത് കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമ്മളൊന്നും അനക്കണ്ട. ഈ ചീരക്കുരു പാവിയിട്ടാകുമ്പോൾ നമ്മൾ അനക്കിയാൽ മതി. എന്നാൽ എന്താണെന്ന് വെച്ചാൽ ഈ ചീരേൻ്റെ കുരുവിനും കൂടി ഇത് വരുമല്ലോ. കണ്ടാ, ഇതിപ്പോൾ ഒരിക്കൽ പായിക്കഴിഞ്ഞാൽ വേഗം ചെറുതാകുമ്പം തന്നെ പൊരിച്ച് നടാം നമുക്ക്. എന്നാന്നുണ്ട് വേഗം ചീര എന്നും പൊരിക്കാം. ഞാനിപ്പോൾ എത്ര ക്ഷണം പറിച്ചെടുത്തു എന്നറിയാം. കൂടുതൽ അടുപ്പിച്ച് പാവണ്ട. കൂടുതൽ അടുപ്പിച്ച് പാവിയാലുണ്ടല്ലോ നമുക്ക് വിളവ് കിട്ടൂല. തൈ ശക്തിയോടെ കിട്ടൂല. ശക്തിയോടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ദൂരെ പാവണം. കേട്ടാ, നേർങ്ങനെ പാവണം. എല്ലാവരും അരിയിട്ടിട്ടും റവ ഇട്ടിട്ടും എല്ലാം പാവുക. അനക്ക് എൻ്റെ കൈ മാത്രമേ വേണ്ടൂ. ബാക്കി എല്ലാവരും പിന്നെ കയ്യൊന്നല്ല, ഈ കൈ കൊണ്ടൊന്നും ആർക്കും ഇട്ടാലും ലെവലാവില്ല. അതിന് അവർ റവ മറ്റേ അരിപ്പൊടി ഇതെല്ലാം കൂട്ടിയിട്ടാണ് അവർ പാവുക. ഞാനങ്ങനെ പാവില്ല. ഞാൻ എൻ്റെ കൈക്ക് വന്ന പോലെയാണ് ഞാൻ ഇടുക. എൻ്റെ കൈ കൊണ്ട് ഞാൻ ഇട്ടത് നല്ല ലെവലായി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പ്രശ്നമില്ല. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇതാ നല്ല അടിപൊളി ചീര പായിട്ടാ. ഇനിയിപ്പം ഇത് പൊടിച്ച് വന്നോളൂ. ഇനി നമ്മൾ വെള്ളം നനച്ച് കൊടുക്കണം. വേറെ ഒന്നും ചെയ്യണ്ട. ഇനിയിപ്പം വേണ്ട. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ വേണ്ടിക്ക് നമുക്ക് വളം വേണ്ടിക്കില്ല. ചാണകം വെള്ളം പൊടിച്ച് വന്നിട്ടാകുമ്പോൾ വേണ്ടിക്ക് കുറച്ച് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ വേഗം ഓടിക്കോളും. നല്ല ശക്തിയോടെ വരും. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ലേശം നനച്ച് കാണിച്ചു കൊടുക്കാമല്ലോ. ഞാൻ വെള്ളം അടിക്കുന്ന കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. ഇതാ ഇങ്ങനെ അടിക്കുക. കണ്ട നിങ്ങൾ, ഇതുപോലെ പാറ്റിയിട്ട് അടിക്കണം. കണ്ട, ഇങ്ങനെയാണ് ചീരക്ക് വെള്ളം അടിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, ആദ്യം പൊടിച്ച തൈക്കെല്ലാം നമ്മൾ ആദ്യം പൊടിക്കുന്ന തൈക്ക് നമ്മൾ വെള്ളം കോരി ഒഴിക്കുന്നില്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ നല്ല സ്പ്രേ ആക്കിയിട്ട് നല്ല മരുന്നടിക്കും പോലെ നമ്മൾ അടിച്ചു കൊടുക്കുക. നല്ല വൃത്തിയിൽ ഒന്നും തരാറ് വരില്ല, അനങ്ങൂല. കണ്ടില്ലേ, ഇതുപോലെ അലക്കി കൊടുക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഈ വെള്ളമടിക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ നല്ല ഒരു തകരാറും വരില്ല. കണ്ടില്ലേ ഇതുപോലെ. ശരിക്കും അവർക്കത് വെള്ളം കുടിക്കാനും കഴിയും. തൈക്കൊന്നും പറ്റൂല, ഒന്നിനും പറ്റൂല. ഇങ്ങനെ സ്പ്രേ ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കും. കണ്ടില്ലേ, നിങ്ങളിപ്പം കണ്ടുമല്ലോ സ്പ്രേ അടിക്കുന്നത്. ഇതേപോലെ ഇത് ഇത് കണ്ടില്ലേ നിങ്ങളിത്. പിന്നെ എൻ്റെ പിന്നെ ബീൻസ് ബീൻസ് പൂത്ത് കടിങ്ങി നല്ലോണം നിറയെ പൂക്കുന്നുണ്ട്. കായ് കിട്ടിയിട്ടൊന്നുമില്ല. കായ് ഒന്നാടി ആയിട്ടുണ്ട്. അരിയെല്ലാം വിരിയുന്നുണ്ട്. ഈ ചൂടിന് കായ് കിട്ടുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, അത്ര ചൂടല്ലേ. ഇത് കണ്ടില്ലേ, ഇതേപോലെ നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ഇതാണ് എൻ്റെ ചീര പാവലായത്. നിങ്ങൾ കണ്ടല്ലോ. ഇതിപ്പം പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ്.